കഴിഞ്ഞ 28-ന് കുന്നംകുളത്തിന് സമീപം സ്വകാര്യ ബസിന്റെ പിന്നിലിടിച്ച് എഞ്ചിൻ ഉൾപ്പെടുന്ന ക്യാബിൻ തകർന്ന ടാങ്കറാണ് ഏത് സമയത്തും മറിഞ്ഞ് അപകടം സംഭവിക്കാവുന്നത് ശ്രദ്ധയിൽപ്പെട്ട കൊല്ലത്തെ മാധ്യമപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് മേവറം വാഴപ്പള്ളിയിൽ തടഞ്ഞിട്ടത്. ഈ 100% ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടിയാണ് ഇപ്പോൾ ഈ ഗ്യാസ് സിലിണ്ടർ കുന്നംകുളത്ത് നിന്ന് ആക്സിഡന്റ് നടന്ന് ഇവിടം വരെ കൊണ്ടെത്തിച്ചേക്കുന്നത്. ഏത് പോലീസ് ഉദ്യോഗസ്ഥരാണോ ഇതിന് പെർമിഷൻ കൊടുത്തത് അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അത് തെറ്റായ ഒരു രീതിയാണ്. ടയർ പൊട്ടിയിരിക്കുകയാണ്, വളരെ കേടാണ്. ഡ്രൈവർ ഇരിക്കുന്ന ഫ്രണ്ട് വശം ഗ്ലാസ്സൊക്കെ മൊത്തം ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഏത് സമയത്ത് ആ മരുന്ന് ഡ്രൈവറുടെ ദേഹത്ത് തന്നെ വീഴാം. സീറ്റിന്റെ മുകളിൽ ഓപ്പിട്ട് കെട്ടിയാണ് ആ ക്യാബിൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ഹെഡ്ലൈറ്റ് മാത്രം ഉപയോഗിച്ച് കിലോമീറ്ററുകളോളം രാത്രി മുഴുവൻ പൊട്ടിയ ടയറുമായാണ് ടാങ്കർ പാരിപ്പള്ളിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഇത് ആക്സിഡന്റ് ആയിച്ച് അത് കുന്നംകുളം ബസ് ജീപ്പ് മറ്റുന്നാണ് ടാങ്ക് ഉണ്ടാവില്ല. ടാങ്കർ ലോറിയിൽ ക്ലീനറും ഇല്ലായിരുന്നു. നാമക്കൽ സ്വദേശിയുടേതാണ് ലോറി. ഇത്തരം വാഹനങ്ങളിൽ 2 ഡ്രൈവർമാർ വേണമെന്നാണ് നിയമം. കരുനാഗപ്പള്ളി പുത്തൻതെരുവ് ഗ്യാസ് ടാങ്കർ ദുരന്തത്തിൽ 2 പോലീസുകാർ ഉൾപ്പെടെ 12 പേർ മരിക്കുകയും ഒരു പോലീസുകാരൻ ജീവച്ഛവമായി കിടക്കുന്നതുമൊക്കെ പോലീസ് തന്നെ മറന്ന മട്ടാണ്. അതേസമയം ഗ്യാസ് ടാങ്കർ ലോറികളുടെ നിയമലംഘനങ്ങൾ ചോദ്യം ചെയ്താൽ ടാങ്കർ ഉടമകൾ പണിമുടക്ക് ഭീഷണിയാണ് മുഴക്കുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.